ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് വിത്ത് പോമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ നമ്മൾ സിപ്പ് ലൈൻ അതുപോലെ തന്നെ എലിഫൻറ്റ് റൈഡ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന ജോർജിയൻ ഹോം സ്റ്റേയിലാണ് വന്ന് നമ്മൾ സ്റ്റേ ചെയ്തത്. അത് കാന്തല്ലൂറാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം ഞാൻ സ്ഥലം പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാറെന്നും അതുപോലെ തന്നെ ഈ ഇരവികുളം എന്നുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും മൂന്നാർ എത്തിയിട്ടില്ല. നമ്മൾ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. സോ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ ഉടമ നമ്മളെ ഇപ്പോൾ ജീപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയിട്ടുള്ള കാന്തല്ലൂർ ഈ ഹോം സ്റ്റേയുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ്. സോ പോവാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ബ്രഹ്മരം വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. 20 രൂപയാണ് നമുക്ക് എൻട്രി ഫീസ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലെ നമുക്ക് ഹോഴ്സ് റൈഡ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ട്രീ ഹട്ട് ഉണ്ട് അവിടെ, അതായത് ഈ ട്രീയുടെ മുകളിലുള്ള ഒരു വീട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കയറാം. അതിനൊന്നും പ്രത്യേകിച്ച് പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുതിരപ്പുറത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ 100 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷമാണ്. അതിന് ചില കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഏറുമാടത്തിൻ്റെ മണ്ടയ്ക്ക് കയറി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നിട്ട് താഴോട്ടിറങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് നമ്മൾ ഏറുമാടം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലുമാണ് പറയുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ നേരെ താഴെ ഇറങ്ങിയപ്പോഴാണ് ഈ അതിഥിയെ നമ്മൾ കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേയിൽ എന്തായാലും ആനപ്പുറത്ത് വരെ വലിഞ്ഞു കയറി. പിന്നെ എന്തിനാ ഇതായിട്ട് ഒഴിവാക്കുന്നത്? അപ്പോൾ ഞങ്ങൾ അതിലും കയറിയിട്ടുണ്ട്. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോവാൻ പറഞ്ഞതാ. നിന്റെ തലയിൽ എന്താ കറിച്ചിട്ടിയാ? ആയിരുന്നു. ഇപ്പൊ ഇത് ഹെൽമെറ്റാ. വീണാ തലക്കൊന്നും പറ്റില്ലല്ലോ. ഓ, രണ്ടും കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ. ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. വളക്ക് വളക്ക്. ഇനി ആ പെണ്ണിനെ വളച്ചിട്ടോണ്ട് അടിയിട്ടെ. പെണ്ണിനെ വളക്കാനല്ല, കുതിരനെ വളക്കാൻ. ഓ, ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? അപ്പൊ നിലത്ത് വീഴുന്ന ഉറപ്പായല്ലേ? മുറുക്കെ പിടിച്ചോ. ആരോടാ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ. ദേ പോണു. ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കറങ്ങണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? അങ്ങനെ നമ്മുടെ കുതിര സവാരിയും കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടി അവിടേക്ക് ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ട് നോക്കി വീണ്ടും യാത്രയാവുകയാണ്. അങ്ങനെ നമ്മൾ കുലുങ്ങി നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു വാട്ടർഫോളാണ്. വണ്ടിയിലിരുന്ന് കുലുങ്ങി എല്ലാവരുടെയും നടുവിലൊരു തീരുമാനമായിട്ടുണ്ട് എന്തായാലും. അങ്ങനെ നമ്മൾ നമ്മുടെ വാട്ടർഫോളിലോട്ട് പോവുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് എന്താ പറയുക, പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോവുക, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക. പിന്നെ സൂക്ഷിക്കണം, വഴുക്കൽ നല്ലോണമുള്ള സ്ഥലമാണ്, അത്ര മാത്രമേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞങ്ങൾ ഏത് വഴി കൂടെ ഓടിയെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാനുള്ളൊരു സ്പേസ് ഇല്ല. സോ നമ്മൾ നേരെ അവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് നേരെ താഴോട്ടൊരു ഫ്ലോ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെയായിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ നല്ല വിസ്തരിച്ച് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് അറുമാദിച്ചു. ഈ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടണമെന്നാണ് പ്രമാണം. പക്ഷേ നമുക്ക് അതിനുള്ള ഒരു ടൈം കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല ചേഞ്ച് ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് വേറെ സ്ഥലത്തോട്ടും പോകാനുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെള്ളത്തിൽ ചാടിയുള്ള ഇതൊന്നും ചെയ്തില്ല. നമ്മളല്ലാണ്ട് തന്നെ അങ്ങോട്ട് എൻജോയ് ചെയ്തു. അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇത് ആ സൈഡിലൊക്കെ ആയിട്ട് നല്ല വെളുത്തുള്ളി കൃഷി നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ലോണം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആ പോകുന്ന വഴിയിലൊക്കെ ആ ഒരു വെളുത്തുള്ളീൻ്റെ ആ ഒരു മണം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്.
ഇതും ഒരു ചെറിയ വാട്ടർഫോൾ തന്നെയാണ്, പക്ഷേ നേരത്തെ കണ്ട പോലെ അത്ര വലിയ ഇതൊന്നുമല്ല. ഒരു റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു. അതുപോലെ തന്നെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലൊരു കാഴ്ചയും കൂടി ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് നേരെ ഈ കാണുന്ന കാട്ടിലോട്ട് അങ്ങ് ഇറക്കി അങ്ങ് വിട്ടു. പിന്നെ അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ എന്തായാലും കാട്ടാനയോ വേറെ മൃഗങ്ങളെയോ കാര്യങ്ങളെയോ ഒന്നും വലുതായിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. നമ്മൾ മാനിങ്ങളെ കണ്ടു. ഇവരെ കണ്ടാലും നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നിട്ടാണ് കണ്ടതും ഫോട്ടോസ് എടുത്തതും വീഡിയോസ് എടുത്തതും എല്ലാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പോയതും ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇതിൻ്റെ ഒരു ഗുഡ് എൻജോയിങ് പാട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ കയറി വരുന്ന ഈ വരവുണ്ടല്ലോ, ഈ ജീപ്പിലൊക്കെ ഇങ്ങനെ നല്ല സ്പീഡിൽ ഈ ചേട്ടന്മാർ നമ്മളെ നല്ല സ്പീഡിൽ ഇങ്ങനെ കരുകൊണ്ട് പോകും. അതാണ് ശരിക്കും ഈ ഒരു ഭാഗത്തെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കാണാനും കാഴ്ചകൾ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തന്നിരിക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു സ്പോട്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയും ഇതോടുകൂടി അവസാനിക്കുകയാണ്. സോ അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് പാക്ക് ചെയ്ത് അടുത്ത സ്ഥലത്ത് പോയി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോവാണ്. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഇനി മുന്നോട്ടിടുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പം നമ്മുടെ തേർഡ് ഡേ, അതായത് മൂന്നാർ ട്രിപ്പിൻ്റെ തേർഡ് ഡേ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂടെ കൂടുക.